ഫ്രണ്ട്സ്, നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നാളത്തേക്ക് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 24,080 മുതൽ 24,100 വരെ ആ ഒരു ഏരിയ നിങ്ങൾ റെസിസ്റ്റൻസ് ആയിട്ട് ചാർട്ടിൽ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ മുകളിൽ 24,170 മുതൽ 24,200 ഏരിയയും നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പം ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 23,900 ടു 935 ആ ഒരു ഏരിയ ആണ്. അപ്പോൾ നാളെ എന്താണ് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,000 നമുക്കൊരു ടാർഗറ്റായിട്ട് നമുക്ക് വെക്കാം. അതുപോലെ തന്നെ ഈ 24,000 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഇവിടുന്ന് സഡനായിട്ട് ബൗൺസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു ബ്രേക്ക്ഔട്ടിന് മാത്രം നമ്മൾ 24,000 താഴേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യുക, ഒരു പി സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 23,900 സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് എത്താനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലിൻ്റെ താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 23,900 താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് 23,830 മുതൽ 23,790 വരെ ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പ്രൈസ് ഈ ഒരു ലെവൽ, ഈ ഒരു 900 താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകാനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടുന്ന് ഒരു റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെവലിനെ മൈൻഡിൽ വെക്കുക. അതായത് ഈ ഒരു നിഫ്റ്റിയുടെ ഗ്യാപ്പിൻ്റെ ഒരു ഏരിയ ആണ് 23,785 മുതലും 23,639. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. എങ്കിലും നമ്മളെന്താണ് ഈ ഒരു ലെവലിൻ്റെ, അതായത് 23,790 താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് 700 ലെവലിനെ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നാളെ ഇപ്പോൾ എന്താണ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് ജസ്റ്റ് ഈ ഒരു ഏരിയൻ്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ 24,100 ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് എൻട്രിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,170 ലെവൽ ടാർഗറ്റായിട്ട് വെക്കാം. ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള അപ്സൈഡ് മൂവ് മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യും. അതായത് 24,245 മുതൽ 24,264 വരെയുള്ള ആ ഒരു ഏരിയ എന്താണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം. ഈ ഒരു ചാനൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് എത്തിക്കുക. താങ്ക് യു.